സ്ഥാപനങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ദീർഘവീക്ഷണത്തിന്റെ സാക്ഷ്യപത്രമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. സഹോദരീ സഹോദരന്മാരെ, വളരെ നല്ലൊരു കാര്യത്തിലാണ് നാം എല്ലാവരും ഈ സമയം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങളിലും രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ മറ്റൊരു മാതൃകാപരമായ ഇടപെടലാണ് ഈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ സ്ഥാപനത്തിലൂടെ നടന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ ഇതിൻ്റെ അവതരണത്തിലൂടെയൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. 12 മണിക്ക് മറ്റൊരു പരിപാടിയുള്ളതാണ്. ആ പരിപാടിക്ക് ബഹുമാന്യായ ആരോഗ്യമന്ത്രി കൂടി വരേണ്ടതാണ് എന്നതുകൊണ്ട് അവരുകൂടി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പോകാമെന്നത് കണക്കാക്കിയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരെയും അറിയാലോ, 12 മണി കഴിഞ്ഞു. അതുകൊണ്ട് വിശദമായ ഒരു പ്രതിപാദനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് അല്പം മുഷിച്ചിലുണ്ടാക്കുന്ന കാര്യവുമായിരിക്കും. ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരു പുതിയ സ്ഥാപനം മാതൃകാപരമായി തന്നെ വരികയാണ്. ആരോഗ്യരംഗത്ത് ഇന്ന് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിലേറ്റവും
പ്രധാനമാണ് അവയവമാറ്റ ശസ്ത്രക്രിയകൾ. നമ്മുടെ പൊതുവായ ചികിത്സയിൽ കാണാൻ കഴിയുന്നൊരു കാര്യം പലപ്പോഴും സ്വകാര്യ മേഖലയിൽ വൻ ചാർജ് ഈ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് ഈടാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഒരു സ്വകാര്യ ആശുപത്രി എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ശസ്ത്രക്രിയകളും മറ്റും നടത്താൻ കഴിയുന്ന ഒരു ആശുപത്രി ചടങ്ങിലാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ നാട്ടിൽ വരുന്ന ചികിത്സയുടെ കാര്യത്തെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങൾ ഞങ്ങളുടെ അടുത്ത് എത്തിപ്പെടാറുണ്ട്. ഒരേ ചികിത്സ തന്നെ, ഒരേ ശസ്ത്രക്രിയ തന്നെ ആശുപത്രികൾ മാറിയാൽ വലിയ ചെലവ് വരുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം നൽകുന്നതിൻ്റെ ഭാഗമായി ആശുപത്രി ചെലവ് രേഖപ്പെടുത്തുകയും ആ ചെലവ് മുഴുവൻ സഹായിച്ചു കൊടുക്കുന്നില്ല, ചെറിയ ഭാഗമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ കണ്ടുവരുന്ന കാര്യം കേരളത്തിലെ 2 ആശുപത്രികൾ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മറ്റൊന്ന് എറണാകുളത്തുള്ളതാണ്. ആ 2 ആശുപത്രികളാണ് മാതൃകാപരമായ രീതിയിൽ ചെലവ് കുറവ് വരുന്നത്. ബാക്കിയുള്ളവര് വലിയ ചെലവ് ഈടാക്കുന്നു എന്താണ് വസ്തുത. ഒരുപാട് അവയവ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ പല കുടുംബങ്ങൾക്കും താങ്ങാനാവാത്ത ചിലവാണ് വരുന്നത്. അതിൻ്റെ വിഷമം ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് ഇവിടെ ഇത്തരമൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനാകും എന്ന നിർദ്ദേശം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നല്ല സാങ്കേതിക പരിജ്ഞാനമുള്ള ഈ രംഗത്തെ വൈദഗ്ധ്യം ആർജിച്ച ആളുകൾ തന്നെയാണ് അങ്ങനെ അഭിപ്രായം ആദ്യം വന്നത്. അത് നമ്മുടെ പ്രദീപ് കുമാറിന്റെ ശ്രദ്ധയിലാണ് ആദ്യം കൊണ്ടുവരുന്നത്. അന്ന് പ്രദീപ് കുമാറാണ് ഈ പ്രശ്നം ഈ ഒരു സ്ഥാപനത്തിന് സാധ്യതയുണ്ട് എന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഞങ്ങൾ ആലോചിച്ചപ്പോൾ കഴിയാവുന്നത്ര വേഗത്തിൽ അത് വരേണ്ടതാണ് എന്ന് കണ്ടു. സർക്കാർ കാര്യം മുറ പോലെയൊന്നുമല്ല. ഞങ്ങൾ ആഗ്രഹിച്ച അത്ര വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങിയില്ല. ഏതായാലും ഇപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് എത്തി. ഇനി സമയബന്ധിതമായി കാര്യങ്ങൾ തീർക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും
നിറഞ്ഞ മനസ്സ് ഇതിനുള്ള പിന്തുണയായി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സമയബന്ധിതമായി നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ പണി തീർക്കാം. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക്